ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. നാളെ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. കന്യാസ്ത്രീകളെ UDF എംപിമാർ സന്ദർശിച്ചു. കേസിൽ മതപരിവർത്തന മനുഷ്യക്കടത്ത് ആരോപണം തള്ളി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. റായ്പൂർ ആർച്ച് ബിഷപ്പ് വിക്ടർ താക്കൂറിന്റെ നിർദ്ദേശപ്രകാരം നൽകിയ ജാമ്യാപേക്ഷയാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയതിനാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാൻ പരിമിതികളുണ്ട്. ഇതോടെയാണ് ജാമ്യം നിഷേധിച്ചത്. നാളെ തന്നെ സെഷൻ കോടതിയെ സമീപിക്കുമെന്നും സഭാ നേതൃത്വം അറിയിച്ചു. അതിനിടെ കന്യാസ്ത്രീകളെ കാണാനെത്തിയ UDF എംപിമാരെ ആദ്യം തടയുകയും പ്രതിഷേധിച്ചതോടെ അനുമതി നൽകുകയും ചെയ്തു. അവരെ കാണാൻ അനുവാദം ആവശ്യപ്പെട്ടു, നൽകാമെന്ന് പറഞ്ഞു. 12:30ക്കും 12:45 ഇടയ്ക്ക് കാണാമെന്നുള്ള സമയം അനുവദിച്ചു. സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുകയാണ് ചെയ്തതെന്നും അത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നുവെന്നും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ചെറിയാൻ മാത്യു പറഞ്ഞു. അവിടെ ഓരോ ഈ പിള്ളേർക്കൊക്കെ വേണ്ടി തന്നെ അവിടെ വഴി ജോലി അന്വേഷിച്ച് വരുന്ന പിള്ളേർക്കും ഒക്കെ ആയിട്ട് പഠിക്കാനും ആസ്പത്രിയിലും ഒക്കെ ആയിട്ട് വേണ്ടുന്ന ഒക്കെ വീതം ചെയ്തു കൊടുക്കും. പ്രായപൂർത്തിയായ പിള്ളേർക്ക് അവർക്കൊരു അത്താണിയാകുമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതൊരു വലിയ തെറ്റാണെന്ന്. ജയിലിലെത്തിയ ഇടതെമ്പിമാർക്ക് ഇന്ന് സന്ദർശനാനുമതി ലഭിച്ചില്ല. നാളെ രാവിലെ സന്ദർശനം അനുവദിക്കാമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. NK പ്രേമേന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ, K രാധാകൃഷ്ണൻ, ജോസ് കെ മാണി, AA റഹീം, PP സുനീർ, ബൃന്ദ കാരട്ട്, ആനി രാജ എന്നിവരാണ് ജയിലിലെത്തിയത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നെന്ന ആരോപണം ശരിയല്ലെന്ന് ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എനിക്ക് അവരുടെ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷൻ ഞാൻ വാങ്ങിച്ചു, കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. പാർലമെന്റ് കവാടത്തിൽ ഇന്നും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. മീഡിയ 1 ഡൽഹി.